കഷ്ടമാണ് കോൺഗ്രസിന്റെ കാര്യം. പരസ്പരമുള്ള പോരിന് മാത്രമേ സമയമുള്ളൂ. ഇപ്പോഴിതാ വി.ഡി. സതീശനെതിരെയും കെ സുധാകരനെതിരെയും രമേശ് ചെന്നിത്തല എത്തിയിരിക്കുകയാണ്. വാർത്ത എങ്ങനെയാണ്? രമേശ് ചെന്നിത്തല വി.എം. സുധീരനെ പിന്തുണയ്ക്കുന്നു. ഇതിൽ രമേശ് ചെന്നിത്തല വി.എം. സുധീരനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് തീർത്തും സ്വാഭാവികമാണ് എന്ന് പറയാൻ സാധിക്കുമോ? എന്തായിരിക്കാം രമേശ് ചെന്നിത്തലയുടെ നിലപാട്? രമേശ് ചെന്നിത്തലയുടെ നിലപാട് എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് എക്കാലത്തും ഒരേ നിലപാട് തന്നെയാണ്. അതേ തരക്കാരൻ തന്നെയാണ് വി.എം. സുധീരനും എന്ന് പറയേണ്ടി വരും. അപ്പോൾ പ്രശ്നം ആർക്കാണ്? യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസിലെ പ്രശ്നം എവിടെയാണ്? കേരള കോൺഗ്രസിൽ എപ്പോഴും ചിറ്റമ്മ നയം എന്നാണ് വിമർശകർ പോലും ഉന്നയിക്കുന്നത്. വിമർശകർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനും സാധിക്കാത്ത അവസ്ഥയാണ്. കോൺഗ്രസിനുള്ളിലെ പ്രവർത്തകർ പോലും പറയുന്നത് ഇതേ അഭിപ്രായം തന്നെയാണ്. അപ്പോൾ ആരാണ് ഈ ചിറ്റമ്മ നയം നടപ്പാക്കുന്നത് എന്നില്ലേ? ആ ചിറ്റമ്മ നയം നടപ്പാക്കുന്നത് വി.ഡി. സതീശനും കെ സുധാകരനുമാണ്. പലപ്പോഴും ആശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തന്നെ ഏകപക്ഷീയമാണ്. അത് പാർട്ടിക്കകത്ത് പോലും അറിയുന്നില്ല. അതുകൊണ്ടുള്ള അസ്വാരസ്യങ്ങൾ ദിനം പ്രതിയെന്നോണം കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പലപ്പോഴും അത് ബാധിക്കുന്നത് രമേശ് ചെന്നിത്തലയുമാണ്. അത് രമേശ് ചെന്നിത്തലയെ ബാധിക്കുന്നത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് അത്ര ക്ഷീണം ചെയ്യാത്ത രീതിയിൽ ഇപ്പോഴും മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. കാരണം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോട് അത്രയധികം ആദരവാണ്, സ്നേഹവുമാണ്. ആ പ്രസ്ഥാനത്തിന്റെ വളർച്ച മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നാണ് രമേശ് ചെന്നിത്തല എപ്പോഴും പറയാറുള്ളത്. പക്ഷേ സഹികെട്ടാണ് വി.എം. സുധീരൻ ഇത്തവണ പ്രതികരിച്ചത്. 5 ഗ്രൂപ്പുകളും ബാക്കി ഉപഗ്രൂപ്പുകളും എന്ന് വിമർശിച്ചുകൊണ്ടായിരുന്നു വി.എം. സുധീരന്റെ കടന്നുവരവ്. കോൺഗ്രസ് പാർട്ടിയിലെ ഇപ്പോഴത്തെ നയങ്ങളെ പോലും എതിർത്തുകൊണ്ടുള്ള ആ വരവ് അത് പക്ഷേ ആർക്കും അത്ര രസിച്ചില്ല. മാത്രമല്ല, രാമക്ഷേത്ര പ്രതിഷ്ഠാദിന ചടങ്ങുമായി ബന്ധപ്പെട്ട് ദേശീയ കോൺഗ്രസും സംസ്ഥാന കോൺഗ്രസും തമ്മിൽ ഒളിച്ചുകളി തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അതായത് ദേശീയ കോൺഗ്രസിന്റെ നിലപാടിനെ തീർത്തും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ്. അതുകൊണ്ട് തങ്ങൾക്കിതിൽ അഭിപ്രായമില്ല എന്ന് തന്നെയാണ് വി.ഡി. സതീശൻ പലപ്പോഴേ പറഞ്ഞിരുന്നത്. അതായത് ദേശീയ കോൺഗ്രസിന്റെ നിലപാട് സ്വീകരിച്ചാൽ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്താൽ അത് കേരളത്തിലെ കോൺഗ്രസിന് അത്ര സുഗമമായിരിക്കില്ല എന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാതെ ഒരു ഒഴുക്കൻ പ്രതികരണം നടത്തി നടന്നു പോകുന്നത്. മാത്രമല്ല, ഇതിനു മുൻപും വർക്കിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിലേറെ വിവാദങ്ങൾ ഉണ്ടായതാണ്. അന്ന് വി.എം. സുധീരനായിരുന്നില്ല പ്രശ്നം, അന്ന് പ്രശ്നമുണ്ടായിരുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. കാരണം രമേശ് ചെന്നിത്തല കംപ്ലീറ്റ്ലി ഔട്ട് എന്നുള്ള അവസ്ഥയിലായിരുന്നു. പക്ഷേ അന്നും രമേശ് ചെന്നിത്തല അല്പം മൗനം പാലിച്ചു. കാരണം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് ശേഷം താൻ ഗാന്ധി കുടുംബവുമായി മീറ്റിംഗ് നടത്തുമെന്നും ഇതേപ്പറ്റി സംസാരിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതും വിവേകപൂർവ്വം. യാതൊരു തരത്തിലുള്ള വികാര പ്രകടനങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതേപ്പറ്റി അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് തനിക്ക് ഇക്കാര്യത്തിൽ പ്രതികരിക്കാനൊന്നുമില്ല, താൻ അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കുമെന്നാണ്. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ആ സ്ഥാനത്ത് നിന്നും മാറ്റാൻ സ്വീകരിച്ച നീക്കങ്ങളും വേറെയാണ്. അക്കാര്യത്തിലും അദ്ദേഹത്തിന്റെ ആക്ഷേപത്തിന് ഒരു മൂല്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ കാര്യങ്ങളൊന്നും തന്നെ താൻ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. തന്നെ ആ സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ തനിക്ക് പ്രതിഷേധമില്ല, പക്ഷേ തന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല എന്നാണ്. എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള പോരുകൾ മുറുകുന്നത് എന്നുള്ളതാണ്. ആ പോരുകൾ മുറുകുന്നതിൽ പ്രശ്നമില്ല. അതൊരു ഇന്റേണൽ പൊളിറ്റിക്സ് അഥവാ അത് അവർക്കിടയിൽ മാത്രം ഒതുങ്ങിക്കൂടുകയാണെങ്കിൽ ഇത്ര പ്രശ്നമില്ല. അത് തന്നെയാണ് എന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞത്. ഇത്രയും പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളിലേക്ക് കടക്കാതിരിക്കൂ, അതത്ര ഭൂഷണമാകില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. കാര്യം തന്നെയാണ്. അദ്ദേഹം പറയുന്നത് 2024 വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരത്തിലുള്ള പോർവിളികൾ ഒന്ന് അവസാനിപ്പിക്കണമെന്നാണ്. സത്യത്തിൽ വി.എം. സുധീരനോടാണ് അദ്ദേഹത്തിന്റെ അപേക്ഷ. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. ആദ്യം പറയുന്നത് നേതാക്കൾ പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്നാണ്. കൂട്ടായ ചർച്ചകളിലൂടെ കോൺഗ്രസിൽ ഐക്യം ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ പ്രശ്നങ്ങൾ ആരോടും പറയാറില്ല. സമാനമായ രീതിയിൽ സുധീരൻ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കൂടാതെ അയോധ്യ വിഷയം പാർട്ടിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഇതൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോകേണ്ട സാഹചര്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. തനിക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല. കോൺഗ്രസിലെ 2 പേർക്കാണ് ക്ഷണം ലഭിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ അഭിപ്രായമാണ് തന്റെ അഭിപ്രായം. ക്ഷണം ലഭിച്ചാലല്ലേ അതിനെക്കുറിച്ച് പറയേണ്ടതുള്ളൂ എന്നും ചെന്നിത്തല ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബാക്കി എന്താണ് പാർട്ടി പറയേണ്ട സമയത്ത് പറയുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർക്കുന്നു. വിശ്വാസം എന്നത് ഓരോരുത്തരുടെയും ആത്മീയ കാര്യമാണ്. ചിലർ വിശ്വാസിയാവാം, ആവാതിരിക്കാം. അതെല്ലാം വ്യക്തിപരമാണ്. ആത്മീയ കാര്യങ്ങളിൽ രാഷ്ട്രീയവൽക്കരണം ശരിയല്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യം രാഷ്ട്രീയവൽക്കരിക്കാനാണ് BJP ശ്രമിക്കുന്നത്. അത് ദൗർഭാഗ്യകരമാണെന്നും ചെന്നിത്തല
പറഞ്ഞു വെക്കുന്നുണ്ട്. നോക്കൂ, ഇവിടെ ചെന്നിത്തലയുടെ നിരീക്ഷണം അത്രമാത്രം ശരിയാണ് എന്നാണ് വിമർശകർ പോലും പറയുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹവും ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. പക്ഷെ താൻ ഇത്തരത്തിലല്ല ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്തതെന്ന് ഇത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതും. ഈ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയാ തോന്നുന്നത് VM സുധീരനോടാണ് താക്കീത് എന്നാണ്, അല്ലെങ്കിൽ VM സുധീരനോടുള്ള ഉപദേശമായിട്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ താക്കീത് നൽകുന്നത് സുധീരന് അല്ല എന്നത് വ്യക്തവുമാണ്. പിന്നെ ആർക്കാണ് അത്? ആർക്കാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: കെ സുധാകരനും VD സതീശനും. പലപ്പോഴും കെ സുധാകരന്റെയും VD സതീശന്റെയും തീരുമാനങ്ങൾ കോൺഗ്രസിന് ക്ഷീണം വരുത്തുന്നുണ്ട് എന്നുള്ള അഭിപ്രായം ചെന്നിത്തലയ്ക്കുണ്ട്. പലപ്പോഴുമുള്ള തന്റെ അസഹിഷ്ണുതകൾ ചെന്നിത്തല പോലും പുറത്തു പറയാതെ വെക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കോൺഗ്രസിന്റെ ചില പെരുമാറ്റങ്ങളിൽ പോലും, കോൺഗ്രസിന്റെ ചില നീക്കങ്ങളിൽ പോലും ഈ എതിർപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ്. പക്ഷേ അന്നും രമേശ് ചെന്നിത്തലയോട് എതിർപ്പ് മാത്രമാണുള്ളത്. കഴിഞ്ഞ ദിവസമാണ് രമേശ് ചെന്നിത്തലയെ കേരളത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് മറ്റൊരു സംസ്ഥാനത്തിന്റെ AICC സ്ഥാനം നൽകിയത്. അന്ന് നമ്മൾ ഇതേപറ്റി ചർച്ച ചെയ്തതാണ്. ഇക്കാര്യങ്ങളൊന്നും തന്നെ രമേശ് ചെന്നിത്തല അറിയുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇനി കാര്യത്തിലേക്ക് മടങ്ങാം. സഹികെട്ടാണ് VM സുധീരൻ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയത് എന്നാണ് വാദം. അതൊരർത്ഥത്തിൽ ശരിയാണ്. കാരണം കെ സുധാകരന്റെയും VD സതീശന്റെയും ചില നയങ്ങൾക്ക് എതിരെ അദ്ദേഹം സഹികെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തോട് പോലും അസഹിഷ്ണുതയാണ് കെ സുധാകരൻ കാണിച്ചത്. സുധീരന്റെ വാക്കുകൾക്ക് വില നൽകുന്നില്ല എന്നായിരുന്നു കെ സുധാകരന്റെ മറുപടി. അത്തരത്തിൽ വേണ്ടത്ര പരിഗണന നൽകാത്ത, വേണ്ടത്ര ബഹുമാനം നൽകാത്ത ഒരു മറുപടിയാണ് കെ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളത് വേദനാജനകമാണ്. ഇത്തരത്തിലുള്ള കലുഷിതമായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് VM സുധീരനെ സപ്പോർട്ട് ചെയ്യേണ്ട അഥവാ പിന്തുണയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. പക്ഷെ VM സുധീരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രമേശ് ചെന്നിത്തലയെ പോലെ എന്നോണം തന്നെ അത്രയും പ്രസക്തിയുള്ള, അത്രയും പ്രാധാന്യമുള്ള ഒരു നേതാവ് കൂടിയാണ് എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ നടപ്പാക്കിയ മദ്യനയത്തിൽ പോലും VM സുധീരന്റെ വാക്കുകൾക്ക് അത്ര കണ്ട് പ്രാധാന്യമുണ്ടായിരുന്നു. ഓരോ ഗാന്ധി ജയന്തി സമയത്തും 4 സ്റ്റാറിന് താഴെയുള്ള ബാറുകൾ പൂട്ടുന്ന നയത്തിലും അല്ലെങ്കിൽ ആ നീക്കത്തിലും VM സുധീരന്റെ പങ്ക് കൂടുതൽ തന്നെയായിരുന്നു. ആ VM സുധീരനെയാണ് ഇപ്പോൾ വായടപ്പിക്കാനായി VD സതീശനും കെ സുധാകരനും ശ്രമിക്കുന്നത്. അങ്ങനെ വായടപ്പിച്ച് തളർത്തിക്കളയാൻ സാധിക്കുമോ VM സുധീരനെ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉയർന്നത്. അങ്ങനെ VM സുധീരനെ പോലെ ഒരു നേതാവിനെ തന്നെ ഒതുക്കിയ പോലെ വായടച്ച് തളർത്തിക്കളയാൻ രമേശ് ചെന്നിത്തല സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ തെളിയുന്നത്.